ന്യൂസ് അറ്റ് 9 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമായ ഓണം ആഘോഷിച്ചു. മലയാളികളുടെ മഹോത്സവമായ തിരുവോണം ഇന്ന് ആഘോഷിച്ചു. കേരളമാണ് നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നതാണ് ഐതിഹ്യം. എല്ലാ വീടുകളിലും ഓണത്തപ്പനെ അലങ്കരിച്ചു വെച്ച് വീടൊരുക്കി ബന്ധുക്കളോടൊപ്പം ഓണസദ്യ കഴിക്കുന്നതാണ് ഏറ്റവും പ്രധാന ചടങ്ങ്. ഒത്തൊരുമയുടെയും സൗഹൃദത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണിത്. ഓണസദ്യയ്ക്ക് പായസവും പ്രഥമനും ഒരുക്കുന്നതിനും പതിവാണ്. ഓണക്കടികളും നടക്കും. ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും കാണും മനസ്സിൽ നിന്നും മായാത്ത ഒരു പിടി നല്ല ഓർമ്മകൾ. 77 വയസ്സ് പിന്നിട്ട തിരുവിഴാങ്കുന്നിലെ ചേലക്കാട്ടിൽ ജയരാജൻ ഇന്നും മനസ്സിലിട്ട് താലോലിക്കുന്ന, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, ബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും അതിരിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളുമാണ് ഓണമെന്ന് പറയുന്നു. ഓർമ്മ വിശേഷങ്ങളുമായി നാട്ടുകൽ വിഷൻ ടീം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഓണം പഴയ കാലത്തെ ഓണമായിട്ട് വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ വെറുതെ വീട്ടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതേ കാര്യം തന്നെ അന്ന് ചെയ്തിരുന്നത്. വളരെ ക്ഷാമമുള്ള കാലമാണ് ആ സമയത്തുണ്ടായിരുന്നത്. പട്ടിണി, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കവാറും കുടുംബങ്ങളിൽ പട്ടിണിയുടെ കാലമാണ്. ഈ ഓണ സമയമാകുമ്പോൾ ഈ പണിയും തിരക്കും ഒക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ കുയ്യാനോ പിടിക്കാനോ ഒക്കെ ആയിട്ടുണ്ടാവും. ഈ പണിക്കാരുടെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു രൂപത്തിലേക്ക് നല്ലോണം ക്ഷാമം തീർന്നു എന്ന് പറയാനായില്ല. ആ ഒരു സമയത്താണ് പഴയ കാലത്ത് ഈ ഓണം വരുന്നത്. പഴയ കാലത്തല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതില്ലല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് വളരെ സന്തോഷമായിട്ട് ഓണത്തിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങളായി കാര്യങ്ങളായി. ഓണക്കാലമായ മിക്ക വീടുകളിലും മുറ്റത്ത് ഓണപ്പൂക്കളം ഒരുക്കലാണ് പ്രധാന പരിപാടി. നാടൻ പൂക്കൾ കൊണ്ടായിരുന്നു പൂക്കളം ഒരുക്കിയിരുന്നത്. പ്രത്യേകിച്ചും ഓണപ്പൂ കൊണ്ടാണ് പൂക്കളം ഇടുന്നത്. ചെമ്പരത്തിയും രാജമല്ലിയും ഹനുമാൻ കിരീടവും തുമ്പപ്പൂവും കാക്കപ്പൂവും തുളസിയും മുക്കുറ്റിയും എല്ലാം തന്നെ ഇന്ന് പൂക്കളത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇന്ന് വേലികളിലും മറ്റും കാണുന്ന പൂക്കൾ ഇല്ലാതായിരിക്കുന്നു. മിക്കവരും വൻവില കൊടുത്താണ് കടകളിൽ നിന്ന് പൂക്കൾ കൊണ്ടുവരുന്നത്. ഗ്രാമത്തിൻ്റെ നാട്ടുവഴികളിൽ കിട്ടിയിരുന്ന മിക്ക പൂക്കളും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ പട്ടിണിയുടെ കാലമായിരുന്നെന്ന് രാജൻ പറയുന്നു. ഒരു 10 ദിവസം മുമ്പ് ഓണത്തിൻ്റെ അത്തം 10 ഓണം എന്നാണ് പറയുക. ഓണത്തിൻ്റെ അത്തം മുതൽ പൂവിടാൻ തുടങ്ങും. ഉത്രാടത്തിൻ്റെ തിരുവോണത്തിൻ്റെ ഒരു 4 ദിവസം മുമ്പേ മാധവരി വയ്ക്കാൻ തുടങ്ങും. മാധവരി എന്നാണ് പറയുക. എന്താ തൃക്കാക്കരപ്പന, അതിൻ്റെ യഥാർത്ഥ അതിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പലരും പല വിധം പറയുന്നുണ്ട്. പിന്നെ മഹാബലിയുടെ വരവിനെ പറയുന്നുണ്ട്, തൃക്കാക്കരപ്പന കുടിയേക്കൽ. എന്തായാലും മാധവര എന്ന് പറഞ്ഞൊരു സാധനം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലൊന്ന് കഞ്ഞി വയ്ക്കാൻ പാടില്ല, രണ്ടാമത് നെല്ല് കൊടുക്കാൻ പാടില്ല, പൈസ കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ ആ കാര്യത്തിലുണ്ട്. അന്ന് മാത്രമല്ല, പിന്നെ കന്നു കൂട്ടാനും പാടില്ല. വയലിലിറങ്ങി കന്നു കൂട്ടാനോ ആ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓണക്കാലത്ത് മാത്രമാണ് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നുള്ളൂ. വീട്ടിൽ മാതേവരെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കഞ്ഞി വെക്കാനോ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാനോ നെല്ല് കൊടുക്കാനോ പാടില്ലെന്നാണ് പഴയ ആചാരമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്ത് പണിയെടുക്കുന്ന പണിക്കാർക്ക് പലതരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നു. ആണുങ്ങൾക്ക് 3 നാരായ നെല്ലും പെണ്ണുങ്ങൾക്ക് 2 നാരായ നെല്ലും തുണിയും മറ്റുമാണ് നൽകിയിരുന്നത്. ഒരു രണ്ട് ദിവസം മുമ്പേ, ഓണത്തിൻ്റെ 2 ദിവസം, തിരുവോണത്തിൻ്റെ 2 ദിവസം മുമ്പ് ഉത്രാടം പൂരാടത്തിൻ്റെ അന്ന് കന്ന് നിർത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ മാതരം എടുത്തിട്ട് കന്ന് കൂട്ടാൻ പാടുള്ളൂ. കന്നിൻ്റെ അങ്ങനെയൊക്കെ ആചാരങ്ങളാണ്. അത് പല ഓണങ്ങളാണ്. ഇവർക്ക് നാൽക്കാലികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അവരെ കുളിപ്പിച്ച് അരിമാവ് കൊണ്ട് കുറിയൊക്കെ ഇട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് അവരെ സുഖമായി കുളിപ്പിച്ച് നിർത്തി അവർക്ക് ഓണമാണ്. പിന്നെ കന്നിന് ഭക്ഷണം കൊടുക്കുക, കോഴി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പണി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു മുമ്പ്. ഊർച്ചക്കന്നിനും പൂട്ടുകന്നിനൊക്കെ കോഴി ഇടിച്ച്, പച്ചക്കോഴീനെ ഇടിച്ച് കൊടുക്കുക. ആ ഇടിക്കുന്നത് ശരിക്ക് ഓരോരുള്ള ഈ പണിക്കാരനും തിന്നും. പച്ച ഇറച്ചിയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വെന്തിട്ടുണ്ടാവും അത് സാധനം. ഓണക്കാലമായാൽ ചന്തകളിലാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ എത്തുന്നത് ഈ ചന്തയിലേക്കാണ്. ചന്ത ദിവസം തന്നെ ഓണത്തിനെ കുറിച്ചുള്ള ആർപ്പുവിളികളും കേൾക്കാറുണ്ട്. ആട്ടക്കളം, ജാക്കികളി, കുട്ടിയും പട്ടാളിക്കളി എന്നൊക്കെ വിവിധ തരത്തിലുള്ള കളികൾ സർവ്വസാധാരണമാണെന്നും രാജൻ പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പണിക്കാർക്ക് നമ്മൾ അവർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഓണം കഴിയാനുള്ളത് കൂലി സ്വതവേ അന്ന് കൊടുക്കില്ല. ഇപ്പോൾ 3 നാരായ നെല്ല്
അന്ന് നെല്ലിൻ്റെ അളവാണ് അന്നത്തെ മിക്കവാറും കൂലി പൈസ കൊടുക്കുന്നതൊക്കെ വളരെ കുറവാണ്. ഈ 3 നാരായ നെല്ല് ആണിനും 2 നാരായ നെല്ല് പെണ്ണിനും. നാരായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അറിഞ്ഞോളന്നില്ല, അങ്ങനെയാണ്. ആ 5 നാരായ നെല്ല് കൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ ആ കാലത്തെ ജീവിതം. അപ്പോൾ അവർക്ക് ഈ ഓണം വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വളരെ ഇതാണ്. അന്നത്തെ 2-3 ദിവസം അവരുടെ ഭക്ഷണമല്ല, ഈ ഉടമസ്ഥൻ്റെ അടുത്തുള്ള ഭക്ഷണം ഒക്കെ ആയിട്ടാണ് അങ്ങനെ പോവുക. പിന്നെ അവർക്ക് അവകാശങ്ങളുണ്ട്. ഒരു ദിവസം അവർക്ക് തേക്കാൻ എണ്ണ, പിന്നെ തുണികൾ, ഓണക്കോടികൾ അവർക്ക് കൊടുക്കണം. അതൊക്കെ അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. കുട്ടികളാണെങ്കിൽ തലപ്പന്ത് കളിയും കളിയുടെ അവസാനം ഏറുപന്തുമായി കളി അവസാനിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളാണെങ്കിൽ തുമ്പിതുള്ളൽ, പെണ്ണുകെട്ടിച്ചാട്ടം, ഉലക്കച്ചാട്ടം, കൂർക്കവലിക്കൽ, ചോണനുറുമ്പുകൾ, തട്ടിക്കളി തുടങ്ങിയ കളികളിൽ ഏർപ്പെടുമെന്ന് 85 വയസ്സ് പിന്നിട്ട ചെത്തല്ലൂരിലെ അമ്പലത്ത് കുഞ്ഞുമാളുവമ്മൾ പറയുന്നു. ഉത്രാടം തിരുവോണവും അവിട്ട് ഞങ്ങൾ 3 ദിവസം പെണ്ണുങ്ങളൊക്കെ പാട് ഒറ്റ കൂട്ടി ഊണ് കഴിഞ്ഞിട്ട് ഒറ്റ കൂടിയിട്ട് കൈ കൊട്ടിക്കളി, കുമ്മിയടിക്കൽ കാര്യങ്ങളെല്ലാതും ഉണ്ടാവും. 3 മണിക്കൂർ നേരം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോരും. പിറ്റേ ദിവസം അങ്ങനെ 3 ദിവസം കൂടും ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിയും. തലമുറ മാറിയതോടെ ഇത്തരത്തിലുള്ള കളികളും ആചാരങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതായി. പുതിയ തലമുറ ടെലിവിഷൻ്റെയും സിനിമകളുടെയും ലോകത്താണ്. മഹാബലിയെ വരവേൽക്കുന്നതിനു വേണ്ടി വീട്ടുമുറ്റത്തോ ഇറയത്തോ ആണ് തൃക്കാക്കരപ്പനെ ഒരുക്കുന്നത്. അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. വീടുകളിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന മാതേവരെ വയ്ക്കുന്ന സമ്പ്രദായം ഇന്നും ഇപ്പോഴും പുരാതന തറവാടുകളിൽ നിലനിന്നു വരുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഗൃഹനാഥ ചാണകമെഴുകി ശുദ്ധി വരുത്തിയ ശേഷമാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ മാതേവരെ പ്രതിഷ്ഠിക്കുന്നത്. വീട്ടിലെ കാരണവർ പൂജയും നടത്തും. കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറിയതോടെ ഓണസദ്യ പോലും കാറ്ററിംഗ് സമ്പ്രദായത്തെ ഏൽപ്പിക്കുന്നതായും പുതിയ തലമുറയിലെ ആളുകൾ പറയുന്നു. മാതേവരെ പ്രതിഷ്ഠിക്കുന്ന ഗൃഹങ്ങളിൽ പോലും റെഡിമെയ്ഡ് കടകളിൽ നിന്നും വാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഓരോ ആഴ്ചകളിലും ഓരോ ഭാഗത്ത് ഓരോ ദിവസങ്ങൾ. പൂവത്താണിയിൽ ബുധനാഴ്ചയാണെന്ന് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞാൽ പൂവത്താണിയിൽ നിന്ന് കെട്ടുംകടയൊക്കെ കെട്ടിയിട്ട് അന്ന് വണ്ടിയൊന്നുമില്ല, ഓട്ടോറിക്ഷയില്ല. ഈ കൂടുതൽ സാധനങ്ങളിൽ മാത്രമേ ഈ പോത്തും വണ്ടിയിലോ അതിലെന്തെങ്കിലും വരും ആ ഭാഗത്ത് നിന്ന്. മറ്റേ തലച്ചോടായിട്ടാണ് അരക്കോറം വന്നിങ്ങോട്ട് പൂവത്താണിയിൽ നിന്ന് സാധനം വരും. അവിടെ ബുധനാഴ്ച, ഇവിടെ വ്യാഴാഴ്ച, അതേപോലെ ശ്രീകൃഷ്ണപുരത്തിന് എന്നൊക്കെ ഈ സാധനങ്ങൾ. അപ്പോൾ ഈ അതൊക്കെ ആഴ്ച തെറ്റും ചിലത്. ഈ ബുധനാഴ്ച ഓണം വന്നാൽ ആ വ്യാഴാഴ്ച എന്നുള്ളതിന് പകരം മാറ്റം വരും. അന്നൊക്കെ ഭയങ്കര തിരക്കെന്നുള്ള തിരക്ക്, ഒരു ഒരമ്പൽ ശരിക്കും. അതൊരു 3 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും. ഈ സമയം ഓണക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പച്ചമുളക്, അതുപോലെ പച്ചക്കറികൾ, ഇതൊക്കെ ചന്തയിൽ കൊണ്ടുപോകുന്ന ഒരു ചിലവ്. അതിൻ്റെ പുറത്ത് ഇവരുടെ റോട്ടിലുള്ള ഇവരെ സർക്കസുകാർ, അതുപോലെ മറ്റ് കച്ചവടക്കാരെ വിളിച്ച് പറയുന്ന കച്ചവടക്കാരങ്ങനെ നിരന്നിരിക്കുക. അവരുടെ അതിലൊക്കെ ഉപരി ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ണ് കാണാത്തവരുടെ ഒരു പാട്ട്. ഒരു 10, 15, 20 ആളുണ്ടാവും ഒരു ടീം. അവർ ഏതാനും മിക്കവാറും അത് ഒരു കുടുംബത്തിലത്തേന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ചന്തേൻ്റെ 2 ഭാഗത്ത് നിന്നിട്ട് അവരുടെ ആ പാട്ട്. അതിൻ്റെ പുറത്ത് പിന്നെ ഈ തീപ്പെട്ടിയിൽ സൂചി കൊടുത്തിട്ട്, തീപ്പെട്ടിയുടെ വിലയ്ക്കാണ് സൂചി തീപ്പെട്ടി ഒരണാന്ന് പറഞ്ഞിട്ട് വിൽക്കുക. ഈ തീപ്പെട്ടീൻ്റെ വില, അതിൻ്റെ മുകളിൽ സൂചി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അവരുടെ തിരക്ക് ഒക്കെ നമുക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിയില്ല. ഒരാളടുത്ത് നിന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ യാതൊരു രക്ഷയും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു. സാധനങ്ങളും ആ കാലത്ത് കിട്ടണമെങ്കിൽ ഇന്നത്തെ മാതിരി കടയിൽ പോയി ആ സാധനങ്ങൾ കിട്ടാനില്ല. ഇപ്പോൾ പച്ചക്കറികൾ അതൊക്കെ ചന്തയിൽ തന്നെ കിട്ടുള്ളൂ. അതേപോലെ വെറ്റില, പുകല, മുറുക്കാൻ, അതുപോലെ ഉണക്കമീൻ, ഈ വക സാധനങ്ങളൊന്നും കടകളിൽ വിൽക്കുന്ന ഒരു സംവിധാനം ആ കാലത്തില്ല. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.